ഞാൻ നേരത്തെ ഓർപ്പിച്ചൊരു പദമുണ്ട്, വചനത്തിന്റെ ശക്തി. വചനത്തിന്റെ ശക്തി എന്ന വാക്ക് പൗലോസ് തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ പദം, ഞങ്ങൾ പ്രസംഗിച്ചത് കേവലം ഒരു വചനം മാത്രമല്ല, ആ വചനത്തിന് ശക്തിയുണ്ട്. രണ്ടാമത്തെ വാക്ക് പറയുന്ന ആ വചനം പരിശുദ്ധാത്മാവുള്ള വചനമാണ്. നിങ്ങൾ നോക്കണം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് മൂർച്ചയുള്ള വാളും, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്ക് മിനുക്കി അമ്പുമെന്നാണ്. അവൻ പ്രതികൂല മേഖലയ്ക്കകത്ത് പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടി യാത്ര പുറപ്പെടുന്ന സ്ഥാനത്ത് ആ ദൈവത്തിന്റെ വചനം മാത്രമല്ല പ്രവേശിക്കുന്ന, വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ തൃത്വത്തിൽ മൂന്നാമനെ പിതാവാം ദൈവവും പുത്രനാം യേശുവും പരിശുദ്ധാത്മാവും. അപ്പൊ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ അവൻ പരിശുദ്ധാത്മാവ് കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ സക്സസ് എന്നൊരു പദം, അല്ലെങ്കിൽ സഫലമായ എന്നൊരു പദം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ കൂടി യാത്ര പുറപ്പെടുന്നവരെ, നിരവധി ദുഃഖങ്ങൾ കടിച്ചമർത്തപ്പെടുന്നവരെ, മാനുഷ്യമായിട്ട് പ്രയത്നിച്ചിട്ടും അതിൻ്റെ അകത്തേക്ക് വിശേഷാത്ഭുതങ്ങൾ കാണുവാൻ കഴിയാതെ കുഴയുന്ന പ്രിയപ്പെട്ടവരെ, ആ മേഖലയ്ക്കകത്ത് നമുക്ക് വളരെ ശക്തിയോടെ പറയാം, എന്റെ പ്രശ്നത്തിൽ വചനം ഇടപെടും, എന്റെ പ്രശ്നത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും, എന്റെ പ്രശ്നത്തിൽ വചനവും പരിശുദ്ധാത്മാവും ഇടപെട്ട് കഴിഞ്ഞാൽ സഫലമായ എന്നൊരു പദം എനിക്ക് കാണുവാൻ കഴിയും, സഫലമായ ഒരു അന്തരീക്ഷം എനിക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് പിശാചേ, ദുഷ്ടാത്മാ, മന്ത്രവാദക്കട്ടെ, ശകുനവാദക്കട്ടെ, ആപചാര ശക്തിയെ, ഏത് വിധമായ നേർച്ചകളോ കാഴ്ചകളോ അർപ്പണ ശക്തികളോ എന്തുമാകട്ടെ, അത് മുഴുവനും ദൈവമക്കൾക്ക് വിരുദ്ധമായിട്ട് കുമിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങളുമായി മലപോലെ നിൽക്കുന്ന പ്രശ്നമായിരിക്കാം. പക്ഷെ അതിന് നടുവ് നമുക്ക് ആത്മാവിൽ പറയേണ്ട ഒരു പദമാണ്, എന്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന രണ്ടുപേർ വചനവും പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ വചനവും പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സക്സസ് എന്നൊരു പദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയുടെ എല്ലാ വിജയവും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ പരിശുദ്ധാത്മ ദൈവത്തിന്റെ വചനം ഇടപെട്ട് കഴിഞ്ഞാൽ അർത്തമീസിന്റെ ശക്തികളോ അഥേനയുടെ ശക്തികളോ അല്ലെങ്കിൽ കർക്കുല ശക്തികളോ ബാലിന്റെ ശക്തികളോ മിഥ്യാമൂർത്തി ശക്തികളോ ഏതെല്ലാം കുലം കുത്തി ഒഴുകുന്ന ശക്തി എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വചനം ഇടപെടുന്ന ഒരു മേഖലയ്ക്കകത്ത് ഒരു ശക്തിക്ക് തലപ്പൊക്കി നിൽക്കുവാൻ കഴിയത്തില്ല. അത്ഭുതങ്ങൾ കാണുമെന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്ന തലങ്ങൾ. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ ഗൗരവം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഗൗരവത്തോട് നമുക്ക് പറയാം, ഒരു അത്ഭുതം ഞാൻ കണ്ടിരിക്കും, ഒരു വിടുതൽ ഞാൻ അനുഭവിച്ചിരിക്കും. അതുകൊണ്ട് ആ മേഖലയ്ക്കകത്ത് നമുക്ക് പറയാം, പരിശുദ്ധാത്മാവേ എന്നിലേക്കൊന്ന് വരണമേ, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് തൊടണമേ. എനിക്ക് ഇടപെടുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ ഭയപ്പെട്ട് മാറിപ്പോകുന്ന ഇടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഒന്ന് പ്രവർത്തിച്ചാൽ കൊള്ളാമെന്ന് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് പരിശുദ്ധാത്മാവിന് പ്രവൃത്തിക്ക് വേണ്ടി വിധേയപ്പെടുത്തുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുവെങ്കിൽ പൗലോസ് അനുഭവിച്ച വിജയം നമുക്കും അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. പിശാചിന്റെ ശക്തികളെ വെട്ടി ഓടുവാൻ തക്ക ദൈവത്തിന് കരുത്തും ദൈവത്തിന്റെ ബലവും നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതിനാൽ നമുക്ക് പറയാം, ദൈവമേ ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ഗൗരവമേറിയ ശക്തി എന്നിലേക്ക് വന്ന് പതിക്കണമേ എന്ന് നമുക്ക് പറയാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.